സുരേഷ് ഗോപിയെ കാണാൻ വേണ്ടി പോയി. 6-7 പേരില്ല, 4-5 പേരുണ്ടായിരുന്നു എന്റെ തോന്നല്. ഞങ്ങൾ ഒരുമിച്ച് സുരേഷ് ഗോപിയെ കാണാൻ പോയി. സുരേഷ് ഗോപിയുമായിട്ട് സംസാരിച്ചു. അന്ന് അദ്ദേഹം അതിന്റെ സത്യാവസ്ഥ പറഞ്ഞു. കേരളത്തിൽ ചില ടെററിസ്റ്റ് ആക്ടിവിറ്റിയുമായിട്ട് ചില പ്രവർത്തനങ്ങളിൽ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഒരു വലിയ ടെററിസ്റ്റ് ആക്ടിവിറ്റി എന്നില്ലേ, ഒരു തെളിവില്ലാതെ എങ്ങനെയാണ് ഗുരുജി ഇത് പറയണെന്നാ ചോദിച്ചത്. അതിന് ഫുൾഫിൽ ചെയ്യുന്ന ആൻസർ ആണ് എനിക്ക് ഇന്ന് രാവിലെ കിട്ടിയത്. എന്താണെന്ന് പറയാമോ? പിന്നെ കൃത്യമായിട്ട് പറയാം. കാശ്മീരില് നമ്മുടെ ശത്രു രാജ്യമാണ് ആണെന്ന് വിശ്വസിക്കുന്നില്ല എങ്കിലും നമ്മൾക്ക് വിപരീതമായിട്ട് 2 രാജ്യങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഒരു നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരവിടുന്ന് മിസൈല് വിക്ഷേപിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ടീം രഹസ്യമായിട്ട് കേരളത്തിൽ പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്നു. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാ, വെറുതെയാണോ പറയണത്? അതായത് ഡൽഹിയെ ലക്ഷ്യം ലഭിച്ചുകൊണ്ട് ശത്രുക്കൾ നീങ്ങുന്നു. അതിന്റെ നീക്കങ്ങൾ നടക്കുന്നത് കേരളത്തിലാണ്, പെരുമ്പാവൂരിലാണെന്നാണോ അങ്ങ് പറയുന്നത്? പെരുമ്പാവൂർ അതിന്റെ രഹസ്യഭാവങ്ങളുണ്ട്. ശരിയായ പ്രവർത്തനം മുഴുവൻ നടക്കുന്നത് 2 മലനിരകൾക്കിടയിലാണ്. അതിന്റെ പേര് ഞാൻ എഴുതി വെച്ചേക്കുന്നപ്പോ എന്റെ ഓർമ്മയിലില്ല. പാകിസ്ഥാനികളുണ്ട്. ഇത് രണ്ടും കൃത്യമായിട്ട് കണ്ടു. മോദിജി അറിയിക്കാൻ പറഞ്ഞിട്ട് മോദിജിക്ക് മെയിൽ വിട്ടിട്ടുണ്ട്. നമുക്ക് ചെയ്യാവുന്ന നമ്മൾ ചെയ്തിട്ടുണ്ട്. മോദിജിക്ക് മെയിൽ അയച്ചു കഴിഞ്ഞു. റിപ്ലൈ കിട്ടിയോ? അതെങ്ങനെ കിട്ടും? നമ്മൾ അയച്ചിട്ടുണ്ട്. നമ്മൾ അയക്കുക, നമ്മുടെ ഡ്യൂട്ടി തീർന്നു. സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഒരു സിറ്റിസൺ ഒരു മെയിൽ അയച്ചാൽ അതിന് മറുപടി കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സാധാരണ രീതിയിൽ ചെയ്യാറുണ്ട്. ഞങ്ങൾ മെയിൽ അയച്ചാൽ കൃത്യമായിട്ട് അവിടെ നിന്ന് റിപ്ലൈ വരാറുണ്ട്. അവിടെ നിന്ന് ഫോൺ കോളും വരാറുണ്ട്. അബാക് മീഡിയയിലേക്ക് സ്വാഗതം. വയനാട് ദുരന്തം ഉണ്ടാകുന്നതിന് 4 ദിവസങ്ങൾക്ക് മുൻപാണ് മുല്ലപ്പെരിയാർ തകരാൻ പോകുന്നു എന്ന തരത്തിൽ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന കുട്ടിയുടെ വീഡിയോ നമ്മൾ ഇട്ടത്. അന്ന് മുതൽ മുല്ലപ്പെരിയാർ ചർച്ചാ വിഷയം തന്നെയാണ്. എല്ലാ മഴക്കാലത്തും മുല്ലപ്പെരിയാർ ചർച്ചാ വിഷയമായി വരാറുണ്ട്. പക്ഷേ ഇത്തവണ നമ്മളാണ് അതിന് തുടക്കം കുറിച്ചു വെച്ചത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് തസ്മൈ ഗുരുജിയാണ്. തസ്മൈ ഗുരുജി, നമസ്കാരം. നമസ്തേ. കഴിഞ്ഞ ദിവസം അങ്ങയുടെ ഒരു ശിഷ്യന്റെ ഇന്റർവ്യൂ ഇട്ടിരുന്നു. മുല്ലപ്പെരിയാർ മാത്രമല്ല, ഇടുക്കി ആർച്ച് ഡാമും തകരും. അദ്ദേഹം ഒരുപാട് വാദമുഖങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനടിയിലെല്ലാം കമന്റ് വരുന്നു, ഗുരുജി എവിടെ പോയി, ഗുരുജിയെ കാണാനില്ല എന്ന്. പ്രേക്ഷകർ ഗുരുജിയെ തിരക്കിയിരിക്കുകയാണ്. ചിലർ ഗുരുജിക്കൊപ്പമുണ്ട്, ചിലർ ഗുരുജിക്ക് എതിരാണ്. സത്യത്തിൽ ഗുരുജി മുല്ലപ്പെരിയാറൊക്കെ പൊട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ ആലുവയിൽ നിന്നും എറണാകുളത്ത് ബാംഗ്ലൂരിൽ പോയി താമസിക്കുന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. അങ്ങനെയാണോ? അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കില്ല. ഞാൻ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വന്നത് എന്റെ ഒരു കേരളം നമുക്ക് പറ്റിയ സ്ഥലമല്ല, ആത്മീയതയ്ക്ക് പറ്റിയ സ്ഥലമല്ല കേരളം. എന്താ ഗുരുജി, കേരളത്തിന് എന്താ പ്രശ്നം? കേരളത്തിന് പ്രശ്നമല്ല. അവിടെ കേരളത്തിലൊന്നും ആത്മീയതയ്ക്ക് ഒരു വിലയില്ല. ഇവിടെ ആളുകൾ ഇങ്ങനെ നമ്മളെ കാണാൻ വേണ്ടി വെറുതെ വരിക, വെറുതെ ടൈം പാസ് ചെയ്യുക, കൂടുതൽ നേരം എൻ്റെ അടുത്ത് വന്നിട്ട് സ്പെൻഡ് ചെയ്യുക. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് ഈ പറയുന്ന നിഷ്ഠകളോ അല്ലെങ്കിൽ ഇതുപോലെ മെഡിറ്റേഷൻ ചെയ്യാനൊന്നും ആഗ്രഹമൊന്നും ഉണ്ടായിട്ട് വരുന്നതല്ല. ഈ വിൻഡോ ഷോപ്പിങ്ങിന് വരുന്ന പോലെ വന്ന് ടൈം പാസ് കാണിച്ചിട്ടൊക്കെ പോകണം. അപ്പൊ അനാവശ്യമായിട്ടുള്ള തിരക്കുകളൊക്കെ ഒഴിവായി എനിക്ക് എന്റെ റിസർച്ചും കാര്യമൊക്കെ ആയിട്ട് പോകണമെങ്കിൽ ഒരല്പം ഒതുങ്ങി ദൂരെ നിൽക്കുന്നതാണ് നല്ലത്. ബാംഗ്ലൂർ പോയിട്ട് കർണാടകക്കാരായ ശിഷ്യന്മാരൊക്കെ ഉണ്ടോ, അതോ മലയാളികളായ ശിഷ്യന്മാർ മാത്രമേ ഉള്ളൂ? എല്ലാവരും ഉണ്ട്. കർണാടകയുണ്ട്, ഹിന്ദി ഉണ്ട്, മലയാളം ഉണ്ട്, ഒക്കെ ഉണ്ട്, തമിഴുണ്ട്. പക്ഷെ എല്ലാം കൂടുതലും മലയാളികൾ മാത്രമാണ് നമ്മുടെ അടുത്ത് വരുന്നത്. കാരണം ഞാൻ മലയാളത്തിലല്ലേ കൂടുതലും ഇന്റർവ്യൂസും കാര്യങ്ങളും പുറത്തേട്ടു. കന്നഡക്കാർക്ക് അങ്ങനെ കൂടുതലൊന്നും അറിയില്ല, എങ്കിലും അറിയാം കന്നഡയിൽ നിന്നും ആളുകളുണ്ട്. ശരി ഗുരുജി, ഈ വാദമുഖങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ മുല്ലപ്പെരിയാർ ഡാം അല്ലെങ്കിൽ ഇടുക്കി അണക്കെട്ട് പൊട്ടുന്ന ഡേറ്റ് ഒക്കെയാണ് താങ്കളുടെ ശിഷ്യൻ വിഷ്ണു പ്രവചിച്ചിട്ട് പോയത്. ഇതൊരു സത്യം പറഞ്ഞാൽ മനുഷ്യരെയൊക്കെ പാനിക് ആക്കുന്ന ഒരു പരിപാടിയാണ്, പേടിപ്പിക്കുന്ന പരിപാടിയാണ്. അതിന്റെ ഭാഗമായി നിൽക്കേണ്ടി വരുന്നു ഞാനും. ശരിക്കും രോഹിത് ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മള് പരിചയപ്പെട്ടത് എവിടെ വെച്ചാ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പരിചയപ്പെട്ടതെന്ന് രോഹിത് ആലോചിച്ചു. എനിക്ക് തോന്നുന്നു ഞാൻ ഗുരുജിയെ പരിചയപ്പെട്ടിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞ കാരണം ഇതിനിടയിൽ എനിക്ക് ഗൂഗിളിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. താങ്കളുടെ എടുത്ത അന്ന് ഒരു പ്രോഗ്രാം ഞാൻ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ എടുത്തൊരു ഫോട്ടോ എന്നെ ഗൂഗിൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർമ്മിപ്പിച്ചു. അപ്പൊ ഞാൻ 1 വർഷം മുമ്പ് മുല്ലപ്പെരിയാർ ഡാമിന്റെ ഒപ്പ് ശേഖരണാർത്ഥം സേവ് മുല്ലപ്പെരിയാർ, സേവ് കേരള, സേവ് മുല്ലപ്പെരിയാർ അങ്ങനെ പറഞ്ഞൊരു ക്യാപ്ഷനായിട്ടൊരു ക്യാമ്പയിനിങ് ഒരു പ്രോഗ്രാം നടത്തിയതാണ്. അത് ചുമ്മാ നടത്തിയതായിരിക്കും എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടാകുന്നതാണ്. അന്ന് ഞാൻ പറഞ്ഞു എന്റെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട്. ഓൾറെഡി നേരത്തെ മെഡിറ്റേഷനിൽ കണ്ടതാണ്. അതിന്റെ ഡേറ്റ് അടുത്ത് വന്നപ്പോ അതിനൊരു കാരണം വന്നു. എനിക്ക് ഒരിക്കലും ഒരു പ്രവാചകനാവാൻ താല്പര്യമില്ല.
ഞാൻ വേറൊരു രീതിയിൽ യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. പല സത്യങ്ങളും വിളിച്ചു പറയുമ്പോൾ ആളുകളുടെ തോന്നല് മനുഷ്യദൈവം ആവാൻ ശ്രമിക്കുകയാണോ അല്ലെങ്കിൽ പ്രവാചകനാവാൻ ശ്രമിക്കുകയാണോ എന്നൊക്കെയാണ്. നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ആ സംഭവം ഒന്ന് പറയാം. ഞാൻ നവകേരള ന്യൂസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് താങ്കളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ എന്നെ വിളിക്കുന്നു. ഇങ്ങനൊരു പരിപാടി നടക്കുന്നു, സേവ് മുല്ലപ്പെരിയാർ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് ഒപ്പുശേഖരണാർത്ഥം കേരളം മുഴുവൻ ഒരു സംഘം യാത്ര ചെയ്യുകയാണ്. നിങ്ങൾ എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ എത്തിപ്പെട്ടിട്ടുണ്ട്, ഒരു വാർത്ത ചെയ്യുമോ എന്ന് ചോദിച്ചു. ഞാൻ മറൈൻ ഡ്രൈവിൽ വന്ന് വാർത്ത ചെയ്യുന്നു. അന്ന് എനിക്കറിയില്ല ഈ തസ്മൈ ഗുരുജി ആരാണെന്നോ താങ്കളുടെ പിന്നാമ്പുറങ്ങളോ അല്ലെങ്കിൽ താങ്കളുടെ പ്രവർത്തനങ്ങളെ പറ്റിയൊന്നും എനിക്കറിയില്ല. ഞാൻ ആ വാർത്ത ചെയ്തു. സ്വാഭാവികമായും അന്ന് നമ്മൾ പരിചയപ്പെടുന്നു. അതേ തുടർന്ന് ഈ വാർത്ത നമ്മൾ പബ്ലിഷ് ചെയ്തു. അതിനുശേഷം അതിനകത്തൊരു പ്രേക്ഷകർക്കൊരു വലിയ താല്പര്യവും ആശങ്കയും നിങ്ങളുടെ പ്രവൃത്തികളിൽ അനുമോദനങ്ങളും ഒക്കെ വന്ന സമയത്താണ് ഞാൻ താങ്കളെ ഒരു ചർച്ചയ്ക്കായിട്ട് നവകേരളയുടെ ഫ്ലോറിലേക്ക് വിളിക്കുന്നത്. താങ്കൾ എറണാകുളത്തുണ്ടായിരുന്നു, നവകേരളയിലേക്ക് വന്നു. നമ്മൾ അന്ന് മുതൽ സംസാരിച്ചതിന് ശേഷം വന്നു തുടങ്ങി നമ്മൾ പരിചയക്കാരാണ്. താങ്കളുടെ ആശയങ്ങൾ പലപ്പോഴും നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. ഒരുപാട് തവണ താങ്കളെ വിമർശിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും ഈ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഒരു ശിഷ്യന് ഇത്തരത്തിലൊരു മെഡിറ്റേഷനിൽ ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഗുരുജി വെറുതെ ഒരു ദിവസം വിളിച്ചത് പറയുന്നതല്ല. കാരണം താങ്കൾ കഴിഞ്ഞ വർഷം ഇതേ സമയങ്ങളിൽ ഇതിനുവേണ്ടി നിയമപരമായി മുന്നോട്ട് പോകാൻ വേണ്ടി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നതിന് വേണ്ടി റോഡിലേക്ക് തെരുവിലേക്ക് ഇറങ്ങിയ ഒരാളാണ്. അപ്പോൾ ആ സംശയമാണ് ഇപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ താങ്കളെ കൊണ്ടുവരുന്നത്. സത്യത്തിൽ അന്ന് എന്തുകൊണ്ടായിരിക്കും താങ്കൾ ഈ മുല്ലപ്പെരിയാർ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങിയത്? എന്തിനായിരുന്നു? അന്ന് ശരിക്കും ഞാൻ അങ്ങനെ ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്റെ ധ്യാനത്തിൽ ഞാൻ നേരത്തെ കണ്ടതാണ് ഈ ഡിസാസ്റ്ററിനെ പറ്റിയിട്ട്. പക്ഷെ അങ്ങനെ ഇറങ്ങാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. കേരളത്തില് റസൽ ജോയി അല്ലാത്ത മറ്റൊരു ടീം നടത്തുന്ന ഒരു മുല്ലപ്പെരിയാർ ഇതിനു വേണ്ടിയിട്ട് ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. അവരാണ് ശരിക്കും എന്നെ സുരേഷ് ഗോപിയെ കാണാൻ പോകാനും അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു മൂവ്മെന്റുമായിട്ട് പോകാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തിയതാണ്. അപ്പൊ എന്നെ തലേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് വിളിച്ചിട്ട് ഞാൻ പിറ്റേ ദിവസം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് ചെല്ലുകയാണ്. എന്നിട്ട് ഞാനും ഈ പറയുന്ന 6-7 പേരും കൂടെ ചേർന്ന് നേരെ സുരേഷ് ഗോപിയെ കാണാൻ വേണ്ടി പോയി. 6-7 പേരില്ല, 4-5 പേരുണ്ടായിരുന്നു എന്റെ തോന്നല്. ഞങ്ങൾ ഒരുമിച്ച് സുരേഷ് ഗോപിയെ കാണാൻ പോയി. സുരേഷ് ഗോപിയുമായിട്ട് സംസാരിച്ചു. അന്ന് അദ്ദേഹം അതിന്റെ സത്യാവസ്ഥ പറഞ്ഞു. കാരണം ഇത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെ പറയാൻ പറ്റുമോ? സുരേഷ് ഗോപി അന്ന് നിങ്ങൾ കണ്ട സിനിമാ താരമായ വെറും ഒരു രാഷ്ട്രീയക്കാരനായ സുരേഷ് ഗോപി അല്ല, കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി, മലയാളിയാണ്. ഇന്ന് വ്യത്യാസമുണ്ട്. ഇന്നിപ്പോ ഞാൻ പറയേണ്ട ആവശ്യമില്ല. അന്ന് ഞാൻ പോയി കണ്ടതും സുരേഷ് ഗോപി ഞാനുമായിട്ട് ഇപ്പോ വളരെയധികം ചാറ്റ് ചെയ്ത് പലതരത്തില് അടുപ്പമുണ്ട്. അടുപ്പമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ നേരെ കണ്ട അങ്ങനെ സംസാരിക്കുന്നല്ല പറയണം. ഞങ്ങൾ നിരന്തരം ഫോണിലൂടെ മെസ്സേജ് വിട്ട് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തി തന്നെയാണ്. പിന്നെ ഞാൻ ഇനി അതിനെ പറ്റിയിട്ട് അദ്ദേഹം MP ആയതിനു ശേഷം ഒരു പ്രാവശ്യം പോലും ഞാൻ മെസ്സേജ് വിട്ടിട്ടില്ല, കോണ്ടാക്ട് ചെയ്യാനും പോയിട്ടില്ല. കാരണം ഇനി അദ്ദേഹത്തിന് ഉപദേശിക്കാനും അദ്ദേഹത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാനും അദ്ദേഹത്തിന് തനിയെ അറിയാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടീമിന് അറിയാം. സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കുമെന്നും കേന്ദ്രമന്ത്രിയാകുമെന്നും മെഡിറ്റേഷനിൽ അങ്ങ് കണ്ടിരുന്നോ? ഇതെല്ലാം നോക്ക്, ഇതതിന്റെ ഒരു ഭാഗമാണ്. ഇതെല്ലാം കഴിഞ്ഞുപോയി. ഇനി കേന്ദ്രമന്ത്രി മാത്രമല്ല, സുരേഷ് ഗോപി മുഖ്യമന്ത്രിയാവും. അതിന് സംശയമില്ലാത്ത കാര്യമാണ്. ഞാൻ ആ ചോദ്യം വീണ്ടും ചോദിക്കുന്നു. കർണാടകയിലാണോ? കേരളത്തിൽ സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. കേരളത്തിൽ തന്നെ ആയിക്കോളും, കുഴപ്പമില്ല. അത് എന്ന് വരും എപ്പോ വരും എന്നുള്ളത് നമുക്കറിയണ്ട. അതവിടെ നിന്നോട്ടെ. നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ഡ്യൂട്ടി. നമ്മൾ ചില സത്യങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കാൻ നിർബന്ധിതനായി പോവാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഈ മുല്ലപ്പെരിയാർ വിഷയവുമായിട്ട് യാത്ര ചെയ്യാൻ തീരുമാനിച്ച ആളല്ല. എന്നെ നിർബന്ധിതമായിട്ട് ഇവിടുന്ന് വലിച്ചുകൊണ്ട് പോയതാണ്. സുരേഷ് ഗോപിയെ കണ്ട് അത്രയും വലിയൊരു പ്രോഗ്രാമിന് വേണ്ടി അന്ന് സുരേഷ് ഗോപിയുടെ ഒരു വാക്ക് പറഞ്ഞു. ഞങ്ങൾ ഒരു 10 ലക്ഷം പേരുടെ ഒപ്പ് ശേഖരിച്ച് ജനങ്ങളെ ഇങ്ങനെ ഒരു അംഗീകാരത്തിന് വേണ്ടിയിട്ട് ഇത്രയും റെഡിയാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങയുടെ സപ്പോർട്ട് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. നിങ്ങൾ ആദ്യം തുടങ്ങി വെക്കി, ഞാൻ കൂടെ ഉണ്ടാവുന്നു. അങ്ങ് തുടങ്ങി വെച്ചു. സുരേഷ് ഗോപി ഒപ്പം ഉണ്ടായിരുന്നോ? കേൾക്ക് അത്രയും പറഞ്ഞിട്ട് എനിക്ക് തിരികെ വന്ന് ചുമ്മാ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്റെ പ്രയത്നം തുടങ്ങി. മറ്റവരെല്ലാവരും എന്നെ വെച്ചിട്ട് പൈസ പിരിക്കാനുള്ള ഒരു പ്ലാൻ ചെയ്തത്. ഞാനൊരു ഗുരുജിയാണ്, എന്റെ ഒരു ട്രസ്റ്റ് ഉണ്ട്, അതിന്റെ പേരിൽ കുറെ ഫണ്ട് പിരിവ് നടത്താന്നായിരുന്നു മറ്റുള്ളവർ പലരും പ്ലാൻ ചെയ്തത്. പക്ഷെ ഇവരെല്ലാരെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റില്ലാതെ വന്നപ്പോ ഞാൻ വീണ്ടും റസൽ ജോയിയെ കണ്ട് സംസാരിച്ചു. അപ്പൊ എനിക്ക് ചില സത്യങ്ങൾ മനസ്സിലായി, എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളത്. റസൽ ജോയി എന്റെ കൂടെ സപ്പോർട്ടിന് വന്നു. ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് പിന്നെ യാത്ര പോയത്. മറ്റാരും ഉണ്ടായില്ല. ആ യാത്ര എന്റെ പൂർത്തിയാക്കി എത്ര ഒപ്പുശേഖരണം നടത്താൻ പറ്റി? 8.5 ലക്ഷം 8.25 ലക്ഷം ഒപ്പുശേഖരണം നടത്തിയ ചാപ്റ്റർ ഞാൻ അന്ന് അടച്ചുപൂട്ടിയതാണ്. അല്ല, 8.25 ലക്ഷം ഒപ്പുകൾ ശേഖരിച്ചു. അതിനുശേഷം സുരേഷ് ഗോപി ഒപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞ് സുരേഷ് ഗോപി പിന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് കണ്ടില്ല. ഇപ്പൊ കേന്ദ്രമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ആശങ്കയുണ്ട് എന്ന് മാത്രമാണ്, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം പറയുന്നില്ല. ഞാൻ അദ്ദേഹത്തെ കാണാൻ പിന്നീട് പോയിട്ടില്ല.
അതിനുവേണ്ടി സംസാരിക്കാൻ ആളുകളുണ്ട്. അവര് പൊക്കോട്ടെ, എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞ, ഞാൻ ഈ യാത്ര കൊണ്ടൊരു വലിയ കാര്യം മനസ്സിലാക്കി. ഇത്രയും ആത്മാർത്ഥമായിട്ട് ഞാനും എന്റെ കുടുംബവും 2 കൊച്ചു കുട്ടികളും ഭാര്യയും ഞാനും അടങ്ങുന്ന എന്റെ കുടുംബവും ഒരു കുറച്ച് ആളുകളെയും ഞാൻ സംഘടിപ്പിച്ച് ഇത്രയും വലിയ യാത്ര നടത്തിയിട്ട് ജനങ്ങളുടെ പൾസ് എന്താന്ന് ഞാൻ ശരിക്കും തിരിച്ചറിഞ്ഞു. എത്രമാത്രം ജനങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. ഒരാള് പോലും നമ്മളുടെ ഒന്ന് ഒപ്പിട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പിടാൻ പോലും സമയമില്ലാത്ത ആളുകളാണ് ഈ ജനങ്ങളുടെ ഇടയിൽ. ഞാൻ എന്തിനു വേണ്ടി വീണ്ടും ഇറങ്ങി ചെല്ലണത്? അപ്പൊ ഞാൻ ഇറങ്ങി പ്രവർത്തിക്കുക എന്നുള്ളത് നിർത്തി. ഞാൻ ബാക്കിലേക്ക് തന്നെ അങ്ങ് മാറി. ഞാൻ ബാംഗ്ലൂർക്ക് തന്നെ തിരികെ വന്നു. ഞാൻ എന്റെ ജോലിയുമായിട്ട് ഇരിക്കുകയാണ്. നിരന്തരം മെഡിറ്റേഷനിൽ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപകടം നടക്കണു, ഓരോ കാര്യങ്ങളും നമ്മൾ അറിയണ്ട്. പക്ഷെ അറിയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ പച്ചയ്ക്ക് പറയേണ്ട കാര്യമില്ല. പക്ഷെ ഇത്രയും വലിയൊരു ഡിസാസ്റ്റർ മുന്നിൽ കണ്ടപ്പോ നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് മാത്രം അങ്ങേ വിളിച്ച് പറഞ്ഞതാണ്. ഗുരുജി എന്നെ പറഞ്ഞു, ഞാൻ അത് അതിൻ്റെതായ ബഹുമാനത്തോടു കൂടി ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കട്ടെ എന്ന എൻ്റെ മുഖവരിയോട് കൂടി തന്നെയാണ് ഞാൻ ആ വീഡിയോകൾ ചെയ്തത്. സ്വാഭാവികമായും ഈ വീഡിയോകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ ഡേറ്റൊക്കെ പറയുമ്പോൾ ഡേറ്റിലൊന്നും സംഭവിക്കരുത് എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇത് സംഭവിച്ചില്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾക്ക് നാളെ കേരളത്തിൽ ജീവിക്കേണ്ട, ഞങ്ങളുടെ ശിഷ്യന്മാർക്കടക്കമുള്ളവർക്ക് കേരളത്തിൽ ജീവിക്കേണ്ടവരാണ്. അവരുടെ ഒരു അവസ്ഥയെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഇപ്പോഴും പറയുകയാണ്, ആത്മാർത്ഥമായിട്ട് പറയും, ഇത് പൊട്ടരുത് പൊട്ടരുത് പൊട്ടരുത്. ഇത് തന്നെയാണ് ഉള്ളിൽ ആഗ്രഹം. പക്ഷെ ഇത് പറയണം, പറയാതിരിക്കാൻ പറ്റുമോ? ഇതാണ് സത്യം വദാ ധർമ്മം ചര. ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞിരിക്കുന്ന എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ? ഇനി മറ്റൊരു കാര്യം പറയാം. 19-ാം തീയതി ഇന്നലെ അല്ലേ, ഇത് ഇന്നോ? ഇന്നലത്തെ മെഡിറ്റേഷനില് നമ്മുടെ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെ കണ്ടു. എന്നെ വിളിച്ചു പറഞ്ഞപ്പോഴാണ് 2 പോയിന്റുകൾ തമ്മിൽ യോജിക്കുന്നത്. ഞാൻ രോഹിത്തിനോട് ഓൾറെഡി വിളിച്ചു പറഞ്ഞിരുന്നു, കേരളത്തിൽ ചില ടെററിസ്റ്റ് ആക്ടിവിറ്റിയുമായിട്ട് ചില പ്രവർത്തനങ്ങളിൽ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഒരു വലിയ ടെററിസ്റ്റ് ആക്ടിവിറ്റി ഇല്ലേ? ഒരു തെളിവില്ലാതെ എങ്ങനെയാണ് ഗുരുജി ഇത് പറയണെന്നാ ചോദിച്ചത്. അതിന് ഫുൾഫിൽ ചെയ്യുന്ന ആൻസർ ആണ് എനിക്ക് ഇന്ന് രാവിലെ കിട്ടിയത്. എന്താണെന്ന് പറയാമോ? പിന്നെ കൃത്യമായിട്ട് പറയാം. കാശ്മീരില് നമ്മുടെ ശത്രു ആണെന്ന് വിശ്വസിക്കുന്നില്ല, എങ്കിലും നമ്മൾക്ക് വിപരീതമായിട്ട് 2 രാജ്യങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഒരു നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരവിടുന്ന് മിസൈല് വിക്ഷേപിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ടീം രഹസ്യമായിട്ട് കേരളത്തിൽ പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്നു. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാ, വെറുതെയാണോ പറയണത്? അല്ല, ഇന്ത്യ മിസൈൽ അയക്കാൻ പോണത് ഡൽഹിയിലേക്കാണ്. അതിന്റെ ഡേറ്റ്, അതിന്റെ സമയം കൂടി പറയാം, ഒക്ടോബർ മാസത്തിലാണ്. ഇന്ത്യ അങ്ങനെയൊക്കെ ഇന്ത്യക്ക് നേരെ മിസൈൽ ആക്രമണമൊക്കെ നടത്താൻ പറ്റും. നമുക്ക് അതിന് വേണ്ടുന്ന പ്രതിരോധ സംവിധാനങ്ങൾ കാളിയുണ്ട്, അതിർത്തി കാക്കാൻ കാളിയുണ്ട് നമുക്ക്. അതിന്റെ കൂട്ടത്തിൽ ചൈനയുടെ ആളുണ്ട്, പാകിസ്ഥാനികളുണ്ട്. ഇത് രണ്ടും കൃത്യമായിട്ട് കണ്ടു മോദിജി അറിയിക്കാൻ പറഞ്ഞിട്ട് മോദിജിക്ക് മെയിൽ വിട്ടിട്ടുണ്ട്. നമുക്ക് ചെയ്യാവുന്ന നമ്മൾ ചെയ്തിട്ടുണ്ട്. മോദിജിക്ക് മെയിൽ അയച്ചു? മെയിൽ അയച്ചു കഴിഞ്ഞു. റിപ്ലൈ കിട്ടിയോ? അതെങ്ങനെ കിട്ടും? നമ്മൾ അയച്ചിട്ടുണ്ട്, നമ്മൾ അയക്കുക, നമ്മുടെ ഡ്യൂട്ടി തീർന്നു. സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഒരു സിറ്റിസൺ ഒരു മെയിൽ അയച്ചാൽ അതിന് മറുപടി കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സാധാരണ ഇത് ചെയ്യാറുണ്ട്. ഞങ്ങൾ മെയിൽ അയച്ചാൽ കൃത്യമായിട്ട് അവിടെ നിന്ന് റിപ്ലൈ വരാറുണ്ട്, അവിടെ നിന്ന് ഫോൺ കോളും വരാറുണ്ട്. ഇത്തവണ കിട്ടിയോ? ലഭിച്ചോ? അത് ഇല്ല, ഇന്നിപ്പോ ഉച്ച കഴിഞ്ഞിട്ടല്ലേ അയച്ചത്. അതായത് ഡൽഹിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ശത്രുക്കൾ നീങ്ങുന്നു. അതിന്റെ ഗൂഢ നീക്കങ്ങൾ നടക്കുന്നത് കേരളത്തിലാണ്, പെരുമ്പാവൂരിലാണെന്നാണോ അങ്ങ് പറയുന്നത്? പെരുമ്പാവൂർ അതിന്റെ രഹസ്യഭാവങ്ങളുണ്ട്. ശരിയായ പ്രവർത്തനം മുഴുവൻ നടക്കുന്നത് 2 മലനിരകൾക്കിടയിലാണ്. അതിന്റെ പേര് ഞാൻ എഴുതി വെച്ചേക്കുന്നപ്പോ എന്റെ ഓർമ്മയിലില്ല. പക്ഷെ ഇതെന്തുകൊണ്ടും ഇത് അറിയിച്ചേ പറ്റുള്ളൂ. അറിയിക്കാതിരിക്കണ എങ്ങനെയാണ് ഇത്രയും വലിയൊരു കാര്യം ഉണ്ടായിട്ട്? ഇന്ത്യയെ അങ്ങനെയൊക്കെ കയറി ആക്രമിക്കാൻ ഈ പറയപ്പെടുന്ന പാകിസ്ഥാനും ചൈനയ്ക്കും ഒക്കെ സാധിക്കുമോ ഗുരുജി? എങ്ങനെയാന്ന് പറയാം. നമ്മുടെ ഈ ഡിസാസ്റ്റർ ഉണ്ടായിട്ട് നമ്മൾ എല്ലാവരും ഒന്ന് മനസ്സുകൊണ്ട് തകർന്നിരിക്കുന്ന സമയത്താണ് അവർ കയറി അറ്റാക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു സിനിമയുടെ കഥ പറയുന്നത് പോലെ പറയാനെന്താ മനുഷ്യന് അല്ലെങ്കിൽ ഓളം വന്നിട്ടിരിക്കുക? അതായത് അങ്ങ് പറയുന്നത് മുല്ലപ്പെരിയാറിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ രാജ്യം പാനിക്കാവും. ആ പാനിക്കാകുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നാണ്. എന്തെങ്കിലുമൊക്കെ നടക്കുന്നല്ല, ഇത് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ആ പറഞ്ഞതിന് ഒരു എന്താ പറയണേ, ഇപ്പൊ അതിനൊരു കുറച്ചുകൂടി തെളിച്ചം വന്നു. ഈ അഡ്വക്കേറ്റ് റസൽ ജോയുടെ ഇന്റർവ്യൂ ഞാൻ എടുത്തപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ മുല്ലപ്പെരിയാറിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനോടൊപ്പം നിൽക്കുന്ന മറ്റു ഡാമുകൾ തകരുകയും ആ ഒരു 120 TMC അങ്ങനെ എന്തോ ഒരു കണക്കാണ് അദ്ദേഹം പറഞ്ഞത്, വെള്ളം കുത്തിയൊലിച്ച് വരികയും അതേ തുടർന്ന് എറണാകുളം വരെ, കോട്ടയം, എറണാകുളം, ആലപ്പുഴ മേഖലകളിലൊക്കെ ഉള്ള
രാസമാലിന്യ പ്ലാന്റുകളുണ്ട്, രാസ പ്ലാന്റുകൾ, കെമിക്കൽ ഫാക്ടറികൾ. ഈ കെമിക്കൽ ഫാക്ടറികൾ തകർന്നാൽ വായുവിലേക്ക് ഈ കെമിക്കൽ പടരുകയും അത് പടർന്ന് തമിഴ്നാട് വരെ എഫക്ട് ചെയ്യുമെന്നും തുടർന്ന് ഈ കൊച്ചിൻ റിഫൈനറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന വലിയ തോതിലുള്ള പെട്രോളിയം പ്രൊഡക്റ്റുകൾ പൊട്ടി ഒലിച്ച് ഒഴുകുമെന്നും അത് കടലിൽ വരെ, അറബിക്കടലിനെ വരെ തീ പിടിപ്പിക്കുമെന്നും ഇങ്ങനെയൊന്നും സംഭവിച്ചാൽ കൊച്ചി നേവൽ ബേസും കൊച്ചിയിൽ നിന്നുള്ള സൈനിക നീക്കങ്ങളും അടക്കം തടസ്സപ്പെടുത്തുമെന്ന് അങ്ങ് ഈ പറഞ്ഞ വാദമുഖം റസൽ ജോയി ആ ഇന്റർവ്യൂവിൽ എന്നോട് പറയുന്നുണ്ട്. പിന്നീട് ശത്രു രാജ്യത്തെ ലക്ഷ്യം വെച്ചാൽ ഇവിടെ നിന്ന് അനങ്ങാൻ പോലും, കൊച്ചിയിൽ നിന്നുള്ള ഒരു ഓപ്പറേഷൻ നടക്കാൻ പറ്റാത്ത രീതിയിലേക്ക് തകർന്നു പോകും എന്ന് അദ്ദേഹവും പറയുന്നുണ്ട്. ഇത് അദ്ദേഹം നോക്ക്, ഇതെല്ലാം നേരത്തെ ഞാനും റസൽ ജോയുമായിട്ട് വളരെ അടുപ്പമുണ്ട്. അങ്ങ് പറഞ്ഞു കൊടുത്ത, അങ്ങാണോ അദ്ദേഹത്തിന് ഇത് പറഞ്ഞു കൊടുത്തത്? ഇല്ല, ഞാൻ പറഞ്ഞു കൊടുത്തതല്ല. ഈ ഭാഗങ്ങളെല്ലാം ഞങ്ങൾ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം യാത്രയ്ക്ക് പോകുന്ന സമയത്ത് എല്ലാം ഞങ്ങൾ ഡിസ്കസ് ചെയ്തതാ. ഇതിന്റെ ഒരു വ്യക്തത മാത്രമേ കിട്ടാതിരുന്നുള്ളൂ. ആ വ്യക്തത ഇന്നലെ കിട്ടി. അതുകൊണ്ടാണ് ഇപ്പൊ വ്യക്തമായിട്ട് പറയണത് ഈ ഭാഗത്തുനിന്ന് ഇന്നതാണെന്നും ഇന്ന വ്യക്തികളാണെന്നും ഇന്ന ഇത് ഇത്രയും കൊടുത്തിട്ട് നമ്മുടെ രാജ്യത്തിന് കണ്ടുപിടിക്കാൻ എന്താ കുഴപ്പം? ഗുരുജി, അങ്ങ് പറയുന്നത് ആത്മീയമായ കാര്യങ്ങളാണ്, അങ്ങയുടെ മെഡിറ്റേഷനിൽ അങ്ങ് കണ്ട കാര്യങ്ങളാണ്. അതിന് യാതൊരു വിധമായ തെളിവുകളോ ശാസ്ത്രീയമായ പിൻബലമോ അതിലില്ല. അത് തന്നെയാണ് അതിന്റെ പ്രശ്നവും. നമുക്ക് ഇത് ആത്മീയത എന്ന് പറയുന്നത് ഞാനൊരു എന്താ പറയണേ, ഏതെങ്കിലും തരത്തില് ഒരു പ്രഡിക്ഷൻ നടത്തുകയല്ല. ഇത് ആർക്ക് വേണമെങ്കിലും ഇത് വന്ന് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ആരും തയ്യാറാവുന്നില്ലാത്താണ് പ്രശ്നമുള്ളത്. ഒരു സുരക്ഷിത സംവിധാനത്തിൽ ഇപ്പൊ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്? ഒരു ടീം ഇതേപോലെ മെഡിറ്റേഷൻ ചെയ്യാൻ തയ്യാറായ അവർക്ക് കൃത്യമായിട്ട് ഈ രാജ്യത്തിന്റെ സുരക്ഷയെ പറ്റിയിട്ട് നമ്മള് ഡ്രോണിൽ പോയിട്ട് കാണുന്നത് പോലെ വ്യക്തമായിട്ട് കണ്ടിട്ട് വരാം. ഇത് കാണാൻ പറ്റില്ലാത്ത കാര്യമല്ല അത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ മെഡിറ്റേഷൻ മാത്രം പ്രാക്ടീസ് ചെയ്യാൻ ഇതൊക്കെ കാണുമെങ്കിൽ ഈ രാജ്യത്തിന് ഇത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളോ നിരീക്ഷണ സംവിധാനങ്ങളോ ഒന്നും ആവശ്യം വേണ്ടല്ലോ? മെഡിറ്റേഷൻ ചെയ്യുന്ന കുറച്ച് പേരെ ഒന്നും വേണ്ടാന്നാണോ പറയുന്നത്? എല്ലാം വേണം രോഹിത്. നമുക്ക് ആയുധം വേണം, സുരക്ഷാ സംവിധാനം വേണം, എല്ലാം വേണം. പക്ഷെ ആത്മീയതയും വേണം. നമ്മുടെ ഭാരതത്തിന്റെ ഒരു പ്രത്യേകതയാണത് ആത്മീയത എന്ന് പറയുന്നത്. ഇല്ലാതെ പോയി നശിപ്പിച്ച് കളഞ്ഞതാ. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ആ വഴിയിലൂടെ പോയി റിസർച്ച് ചെയ്ത് അതിന്റെ ഡെപ്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. താങ്കളുടെ ശിഷ്യന്മാരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ ഡേറ്റുകളിൽ ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്? എനിക്കങ്ങനെ അല്ലാതെ ഞാൻ മെഡിറ്റേഷൻ പഠിപ്പിച്ച് എന്റെ ശിഷ്യന്മാര് പറയുന്ന ഡേറ്റ് അല്ലാതെ നമുക്ക് പ്രപഞ്ചം തരുന്ന ഇൻഫർമേഷൻ ആണത്. പ്രപഞ്ചത്തിന്റേതായ ഒരു രീതിയുണ്ട്. നോക്കൂ, ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ആ കുട്ടി മെഡിറ്റേഷനിൽ കണ്ടത് വെള്ളവും മരവും മണ്ണും കുത്തിയൊലിച്ചു വരുന്നു എന്ന് കണ്ടത് ഒരുപക്ഷെ ഈ വയനാട് ദുരന്തമായിരിക്കില്ലേ? അതല്ല, വയനാട് ദുരന്തവും ഇതും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. വയനാട് ദുരന്തം എന്ന് വെച്ചാൽ ചെറിയൊരു സംഭവമാണ്. അതൊക്കെ നമ്മൾ മെഡിറ്റേഷനിൽ കണ്ട് കളഞ്ഞു പോയതാണ്. പക്ഷെ ഇത് എന്ന് പറയണത് വലിയൊരു എന്താ പറയാ ഡിസാസ്റ്റർ. നമുക്ക് ആർക്കെ കണ്ടാൽ മനസ്സിലാവില്ലാത്ത മുല്ലപ്പെരിയാർ ഡാമാണ് നമ്മുടെ. ഒരു വർഷം മുമ്പ് ഞാൻ ഇതിനു വേണ്ടി യാത്ര പോയത് രോഹിത്തിന് അറിയാം. രോഹിത് തന്നെയാണ് അന്ന് എന്റെ ഇന്റർവ്യൂ എടുത്തത്. അപ്പൊ അത് അറിയില്ലാത്ത കാര്യമല്ല. അപ്പൊ ഒരു വർഷമായിട്ട് ഒരാൾ ഒരേ കാര്യം പറയാണ്. ഇത് മാറിക്കിട്ടിയാൽ ഇനിയും ഭാഗ്യമാണ്. അല്ല, ഇത് മനുഷ്യനിർമ്മിതമായ ഒരു സൃഷ്ടിയാണ്. 60 വർഷം ഉണ്ടാക്കി വെച്ചവൻ പോലും കാലപ്പഴക്കം പറഞ്ഞ ഒരു അത്ര വർഷം മാത്രം നിലനിൽക്കുമെന്ന് പറഞ്ഞ ഒരു മനുഷ്യനിർമ്മിതമായ സൃഷ്ടി, അത് 130 വർഷങ്ങൾക്ക് ഇപ്പുറവും നിലനിൽക്കുന്നത് ദൈവഭാഗ്യം കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോ എന്തായാലും മനുഷ്യനിർമ്മിതമായ എന്തും നശിച്ചേ പറ്റൂ. ഇന്നല്ലെങ്കിൽ നാളെ അത് നശിക്കും. സ്വാഭാവികമായിട്ടും പശ്ചിമഘട്ടത്തിലെ ആകെ പ്രശ്നങ്ങളാണ്. ഈ പശ്ചിമഘട്ടം മുഴുവൻ ദുർബലമായി നിൽക്കുന്നു. നമുക്ക് മുന്നിൽ മാധവ ഗാഡ്ഗിൽ റിപ്പോർട്ട് നിൽക്കുന്നു. ഈ പറയപ്പെടുന്ന മുല്ലപ്പെരിയാർ ഡാം നിലനിൽക്കുന്ന ഈ മേഖല ഭൂകമ്പത്തിന് സാധ്യതയുള്ള മേഖലയാണെന്ന് പഠനങ്ങൾ പറയുന്നു. ഒന്നുകിൽ മുല്ലപ്പെരിയാറിൽ പുതിയൊരു അണക്കെട്ട് വേണമെന്ന നിർദ്ദേശം മുന്നോട്ട് വരുന്നു, ശക്തമായ ഒരു അണക്കെട്ട് നിർമ്മിക്കണമെന്ന നിർദ്ദേശം വരുന്നു, അല്ലെങ്കിൽ തമിഴ്നാടിന്റെ മറ്റ് ഡാമുകളിൽ നിന്ന് വെള്ളം കൊടുക്കണം, ഇത് ഡീകമ്മീഷൻ ചെയ്യണമെന്ന നിർദ്ദേശം മുന്നോട്ട്. ഇതിൽ കൃത്യമായി ഇടപെടാൻ കഴിയുന്നത് അങ്ങ് പറയുന്ന ഈ നരേന്ദ്രമോദിജിക്കും അങ്ങ് പറയുന്ന ഈ സുരേഷ് ഗോപിജിക്കും ഒക്കെ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു പിണറായി വിജയനോ ഒരു സ്റ്റാലിനോ അപ്പുറം ഇപ്പുറം ഇരുന്നത് നടക്കില്ല. രാഹുൽ ഗാന്ധി വിചാരിച്ചാൽ നടക്കില്ല. ഇത് ചെയ്യാൻ പറ്റേണ്ടെന്നവർ പക്ഷെ മിണ്ടുന്നില്ലെന്നേ. ലോക്സഭയിൽ പോലും ഡീൻ കുര്യാക്കോസ് എന്ന് പറയുന്ന ഇടുക്കിയുടെ പാർലമെന്റ് അംഗം ഘോരഘോരം പ്രസംഗിച്ചു. ഞങ്ങളുടെ തലയ്ക്കുമേതെ ജലബോംബിരിക്കുന്നു, രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് പോലും അനങ്ങുന്നില്ല കേന്ദ്രം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത് ഇപ്പോഴാണ് അവർക്ക് മിണ്ടാൻ തോന്നിയത്? കഴിഞ്ഞ വർഷം ഞാൻ കിടന്ന് ഘോരഘോരം ഇവിടെ കൂടിക്കൊണ്ട് നടന്നതല്ലേ? അല്ല, ഇപ്പൊ ഒരു മിനിറ്റ്, ഈ ഡീൻ കുര്യാക്കോസ് എവിടെയായിരുന്നു ആ സമയത്ത്? അല്ല, ഞാൻ ചോദിക്കുന്നത് മനുഷ്യനും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എല്ലാവർക്കും കോലാഹലത്തിന്റെ ഒരു സമയമാണ്. എല്ലാവരും കോലാഹലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കോലാഹലം അല്ല വേണ്ടത്.
ഇതിന് പരിഹാരമാണ് വേണ്ടത്. നമ്മൾ ഉണ്ടാക്കുന്ന കോലാഹലമല്ല, നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന. ഇപ്പൊ രോഹിത് എന്നെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ വരണതാണ്. ഉറപ്പായിട്ടും അല്ല, എനിക്ക് ഞാനിത് തുടങ്ങി വെച്ച് പോയി ഗുരുജി. അപ്പൊ എനിക്ക് കൃത്യമായി എനിക്ക് വരുന്ന ഫോൺ കോളുകളുണ്ട്. എന്റെ ഈ നമ്പറിൽ, ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ എന്നെ ഡയറക്റ്റ് കിട്ടും. സ്വാഭാവികമായി ഞാൻ പലർക്കും മറുപടി കൊടുക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും എനിക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ രോഹിത് ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇപ്പൊ ആ കുട്ടിയുടെ ഒരു ഇന്റർവ്യൂ ഇതിൽ വന്നില്ല എന്നിരിക്കട്ടെ, ഇപ്പോഴും മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യത്തിൽ ആരും മിണ്ടാതെ അവിടെ ഇരുന്നത്. അല്ല, ഒരുപക്ഷെ അത് വയനാട് ദുരന്തത്തിന് ശേഷം മിണ്ടിയനെ ആയിരുന്നു. പക്ഷെ അത് തുടങ്ങി വെച്ചത് നമ്മളാണ്. ആ പറയുന്ന സമയത്ത് ഇതിന് ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. 100 ദിവസം എന്നുള്ളത്, ആ 100 ദിവസത്തിന് വളരെയധികം പ്രാധാന്യം. നോക്കൂ ഗുരുജി, എന്നോട് ഇങ്ങനെ ഒരു വിവരം ഗുരുജിയുടെ ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചു പറയുന്നു. അവിടെ നിന്ന് എനിക്ക് കുട്ടിയുടെ ഓഡിയോ ക്ലിപ്പ് അയച്ചു തരുന്നു. എറണാകുളത്ത് തന്നെയാണ്. ഞാൻ അന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരുടെ നമ്പർ എന്റെ കയ്യിലേക്ക് കിട്ടുന്നത്. ഞാനെന്നാൽ ഇത് എടുക്കണ്ട, കാരണം എന്റെ ക്യാമറമാന്മാരും എന്റെ ടെക്നിക്കൽ ടീമുകളും ഒക്കെ ജോലി കഴിഞ്ഞ് പോയൊരു സമയമാണ്, വൈകുന്നേര സമയമാണ്. ഞാൻ ഒരു യാത്രയ്ക്ക് നിൽക്കുകയാണ്. പക്ഷെ ഞാൻ പോകാൻ വേണ്ടി ഇറങ്ങിയ എന്റെ മനസ്സ്, അല്ല ഇത് എടുത്തിട്ട് പോകണമോ വേണ്ടയോ എന്ന് 2 വട്ടം ചിന്തിക്കുകയും പിന്നീട് ഞാൻ കടവന്ത്രയിൽ നിന്ന് പാലാരിവട്ടത്തേക്ക് വാഹനം ഓടിച്ചെത്തി. എന്നോടൊപ്പം എന്റെ ഭാര്യ ഉണ്ടായിരുന്നു. ഞാൻ നമ്മുടെ ഓഫീസിലെ 2 വീഡിയോ എഡിറ്റർമാർ പയ്യന്മാരെ വിളിച്ച് വഴിയിലെത്തി. 2 ഐഫോണുകളിലായി ഷൂട്ട് ചെയ്ത, ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത വീഡിയോ അല്ലത്, ലൈറ്റ് വെച്ചിട്ടില്ല, അവരുടെ വീടിന്റെ ടെറസിൽ വെച്ച് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ഇടേണ്ടി 3-4 വട്ടം എന്നെ കൊണ്ട് ചിന്തിപ്പിച്ചെങ്കിലും പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ എനിക്കത് ഇടാൻ തോന്നി. ഞാനത് പബ്ലിഷ് ചെയ്തൊരു വീഡിയോ ആണത്. പക്ഷെ അത് ഇട്ടതിന് ശേഷവും പലരും എന്നെ വിളിച്ച് ഇത് തെറ്റാണ്, ഇങ്ങനെ നിങ്ങൾ പ്രചരിപ്പിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷെ 4ാമത്തെ ദിവസമാണ് വയനാട്ടിൽ ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ഇത് രാവിലെ ഞാൻ ഉണർന്നപ്പോൾ ഈ വാർത്ത കണ്ടപ്പോൾ ഞെട്ടിക്കൊണ്ടാണ് ഉണർന്നത്. കാരണം മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞെങ്കിലും ആ കുട്ടി പറഞ്ഞ അതേ കാര്യങ്ങൾ ഇതാ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. സ്ഥലം മാറിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും അതാണ് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. സത്യമെന്തോ ഗുരുജി? ഇനി രോഹിത്തിനോട് രഹസ്യം പറഞ്ഞുതരാം. നമ്മൾ ഒരിക്കലും ഒരു രഹസ്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ഇരിക്കല്ല. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ വീട്ടിൽ നിന്ന് എങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി പുറത്തേക്ക് പോകുന്നു, നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി ആക്സിഡന്റ് ഉണ്ടായ ആള് മരിച്ചു ഇല്ലേ, കേട്ടിട്ടില്ലേ? ഇതേപോലെ നമ്മൾ നോർമലായിട്ട് മെഡിറ്റേഷൻ ഇരിക്കുകയാണ്. ആ ധ്യാനിക്കാൻ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പ്രപഞ്ചമായിട്ട് കൊണ്ടുവന്ന് കാണിച്ചു തരിക. കാരണം എന്താ? ഭാരതം എന്ന് പറയുന്നത് അത്രയും പ്രേഷ്യസ് ആണ്. ഈ ഭാരതത്തെ സംരക്ഷിക്കാൻ ഭാരതീയർക്ക് മാത്രമേ പറ്റുള്ളൂ. ഈ ഭാരതത്തിന് ചുറ്റുപാടും പലതരത്തിലുള്ള ശത്രുക്കൾ എടുക്കുക, ഭാരതത്തിന്റെ ഉള്ളിൽ തന്നെ ശത്രുക്കൾ എടുക്കുക. അടുത്ത ഇടയിൽ വരുന്ന ഓരോ ന്യൂസുകൾ നമുക്ക് കേട്ടുകൂടെ? എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഇതൊക്കെ ഇത്തരം കാര്യങ്ങൾ എന്താ പറയാത്ത, അത്തരം കാര്യങ്ങൾ എന്താ പറയാത്ത? ഇതൊന്നും എന്റെ ഡ്യൂട്ടി അല്ല. രാഷ്ട്രീയത്തിന്റെ ചർച്ചയ്ക്ക് വേണ്ടി എന്നോട് വിളിക്കാറുണ്ട്. നോക്കൂ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ജിഷ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂ ഇട്ടപ്പോൾ അതിനിടയിലും കമന്റ് വന്നിട്ടുണ്ട്. തസ്മൈ ഗുരുജിയോട് വിളിച്ച് ചോദിക്കും എന്താണ് സംഭവിച്ചതെന്ന്, പുള്ളി പറഞ്ഞു തരുമെന്ന്. കളിയാക്കലുകളാണ്. അത് എന്റെ ഡ്യൂട്ടിയാണോ? ജിഷ കൊലപാതകത്തിന്റെ തുമ്പുണ്ടാക്കി കൊടുക്കുന്ന എന്റെ ഡ്യൂട്ടിയാണോ? അല്ല. അത് ഒരു ചെറിയൊരു കാര്യമാണ്. ഇതൊരു ഒരു എന്താ പറയാ, നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അത് എന്നെ കാണിക്കണമെന്ന് പ്രപഞ്ചം ആഗ്രഹിച്ചിട്ട് കാണിച്ചതിനെ ഞാൻ കവടി നിരത്തിയിട്ട് പറയല്ല. ഇന്നലെ വിഷ്ണു വന്നിട്ട് നിങ്ങൾക്ക് ഇന്റർവ്യൂ തരുന്ന സമയത്ത്, കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ വരുന്ന സമയത്ത് ഈ പറയുന്ന രാജ്യത്തിന്റെ സുരക്ഷാ പ്രശ്നം എനിക്കറിയാം, വിഷ്ണുവിന് അറിയില്ല. അത് ഞാനും രോഹിത്തും തമ്മിൽ മാത്രമേ സംസാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് ഏകദേശം 1 മാസം അടുപ്പിച്ചാവുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുശേഷം ഇന്ന് ക്ലാസ്സിൽ വന്നിട്ട് വിഷ്ണു എന്നോട് ചോദിക്കുകയാണ്, ഗുരുജി ഞാനൊരു കാര്യം പറയട്ടെ എന്ന് ചോദിച്ചു. ശരി പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോഴാണ് ഇത് ക്ലാസ്സിൽ പറയാവോ, രാജ്യത്തിന്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു. വിഷ്ണു എന്തായാലും പറഞ്ഞല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് അപ്പോഴേ മനസ്സിലായി സംഭവം എന്താന്നുള്ളത്. പുള്ളി പറഞ്ഞു, ഡിസാസ്റ്റർ നടന്നിട്ട് നമ്മളെല്ലാവരും ഇതിന്റെ മുകളിലേക്ക് കോൺസെൻട്രേഷൻ വന്ന് രാജ്യമെല്ലാം ഒരു ദുഃഖ അവസ്ഥയിൽ ഇരിക്കുമ്പോ ഇന്ന സ്ഥലത്ത് നിന്ന് ഡൽഹിക്ക് ഒരു മിസൈൽ ഇടാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അത് ഒരു അണുബോംബാണ്. ബാക്കി ഞാൻ അങ്ങോട്ടോടെയും പറഞ്ഞപ്പോ പുള്ളി കണ്ട സ്ഥലങ്ങൾ പുള്ളിക്ക് മനസ്സിലായില്ല ഇത് ഏത് സ്റ്റേറ്റിലെ ഏത് ഭാഗാന്നുള്ളത്. പുള്ളി പറഞ്ഞപ്പോ കറക്റ്റ് ആണത്, പെരുമ്പാവൂര് തന്നെ. അപ്പൊ ഞാൻ കണ്ടതും ബാക്കിയുള്ളതും കൂടെ ഫില്ല് ചെയ്ത് സ്റ്റോറി കറക്റ്റ് ആയില്ലേ? ഇതെന്താ ഞാനും പുള്ളിയും കൂടെ മെനഞ്ഞെടുക്കണ കഥയാണോ? അല്ല. ഇത് 2 സ്ഥലം നമ്മുടെ സംസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തിനോ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞു. അവരെ സംബന്ധിച്ച് 24 മണിക്കൂറിനുള്ളിൽ സാധനം കണ്ടുപിടിക്കും. ഇനി വേണ്ട, ഇവരെ വിളിച്ചിട്ട് അറിയിക്കേണ്ട രീതിയിൽ കാര്യം അറിയിച്ച് ഇവരുടെ പ്ലാനെ ഒതുക്കി കളഞ്ഞോളൂ. നമ്മുടെ രാജ്യം സുരക്ഷിതമാവും. നമ്മുടെ രാജ്യത്തെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് പോലെ തന്നെ അത്യാവശ്യമുള്ള ഒരു സാധനമാണ് ഇതേപോലത്തെ റിസർച്ച് ടീം. മെഡിറ്റേഷനിലൂടെ അറിയാൻ പറ്റുന്ന രഹസ്യങ്ങൾ ചെറുതല്ല. ഈ വിഷ്ണു 36 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. വിഷ്ണുവിന്റെ
ജോലി വിഷ്ണു രാജിവെച്ചിരിക്കുകയാണ്. മെഡിറ്റേഷനും റിസർച്ചുമായി പോകാനാണ് വിഷ്ണുവിന്റെ തീരുമാനം. അല്ലെങ്കിൽ വിഷ്ണുവിന്റെ കുടുംബത്തിനൊക്കെ വരുമാനമൊക്കെ നിലച്ചു പോകില്ലേ? വിഷ്ണുവിന് നോക്ക്, ഈ റിസർച്ച് ചെയ്യുന്ന ഈ ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കുള്ള വരുമാനം ഞാൻ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ റിസർച്ച് ടീമിനെ സംരക്ഷിക്കുക എന്നുള്ളത് തസ്മയുടെ ആവശ്യമാണത്. കാരണം ഇതൊരു ചെറിയ റിസർച്ച് അല്ല. ഇന്ന് നമ്മൾ ഇസ്രോ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ അഭിമാനം തോന്നണ്ടില്ലേ? അത് തുടങ്ങിയത് എങ്ങനെയായിരുന്നു? വലിയ കഷ്ടപ്പെട്ട് തുടങ്ങിയതാ. നാളെ വരും തലമുറയ്ക്ക് തസ്മ എന്ന് പറയുന്ന വലിയൊരു അഭിമാനമായിട്ട് മാറും, എനിക്കറിയാം. പക്ഷേ അപ്പൊ നമ്മുടെ ഈ റിസർച്ച് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വലിയ ലക്ഷ്യമുണ്ട്. അത് ഇതിനകത്തുള്ളത് വലിയ വലിയ ഡോക്ടേഴ്സ് ഉണ്ട്. ക്യാൻസർ റിസർച്ച് ചെയ്യുന്ന ഡോക്ടർമാർ ഇതിനകത്തുണ്ട്, വേറെ ഡോക്ടർമാരുണ്ട്, അനേക ഡിപ്പാർട്ട്മെന്റിലുള്ള വേറെ റിസർച്ച് ചെയ്യുന്ന വേറെ ടീമുകളുണ്ട്. അപ്പൊ ഇവരെല്ലാം ഏകോപിപ്പിച്ച് കൊണ്ടുപോകുക എന്ന് വെച്ചാൽ അവർക്കെല്ലാം അനുഭവം കിട്ടിയത് കൊണ്ടാണ് അവർ ഈ കൂട്ടത്തിൽ നിൽക്കുന്നത്. ഇതൊരു ചെറിയ ടീമല്ല. ഇന്ന് നമ്മുടെ തസ്മൈ ഇതിനു വേണ്ടിയിട്ട് റിസർച്ചിന്റെ ഓഫീസ് ടീം എന്ന് പറയുന്ന ഒരു 15 പേരെങ്കിലും അടങ്ങണതാണ്. കൃത്യമായിട്ട് നമ്പർ ഇപ്പോൾ ഓർക്കണല്ലാതെ ഉള്ളൂ. അപ്പൊ അവർക്ക് വേണ്ട പൈസ കൊടുക്കുക എന്നുള്ള എന്റെ ഡ്യൂട്ടി തന്നെ പെട്ടതാ. എന്തായാലും ഗുരുജി, ഇത് എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കേണ്ട എന്നൊരു ചിന്തയിലാണ് മനുഷ്യരുള്ളത്. നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പറയുന്നു. ഓക്കെ, എന്തായാലും അനുകൂലിക്കുന്നവർ അനുകൂലിക്കട്ടെ, പ്രതികൂലിക്കുന്നവർ പ്രതികൂലിക്കട്ടെ, വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ, ഇതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ താങ്കൾ ഈ വിളിച്ചു പറയുന്ന പല കാര്യങ്ങളിലും ഡാം പൊട്ടുക എന്നുള്ളത് ഒരു ഭാഗമായിരുന്നു. ഇപ്പൊ ഇടുക്കി ഡാമിന്റെ കാര്യം പറഞ്ഞു. ഇടുക്കി ഡാം ചെറുതല്ല. എല്ലാവരും സേഫ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണതാ. അല്ല, സ്വാഭാവികമായിട്ട് മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇടുക്കിക്ക് സംഭവിക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുള്ളതല്ലേ? പക്ഷെ നമ്മൾ എപ്പോഴും പറയാറില്ല എന്താ മുല്ലപ്പെരിയാറിന് സംഭവിച്ചാലും ഇടുക്കി തടയുന്നൊക്കെയാണ് അല്ലെ? അല്ല, അത് ആ വാദങ്ങൾ തെറ്റാണെന്ന് പലപ്പോഴും നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പോയിക്കൊണ്ടിരിക്കുക. ഇതിനാകെ നമുക്ക് മാർഗമുള്ള എന്താ, വെള്ളം ഊറ്റിക്കളെ അതുപോലും ചെയ്യില്ല. കാരണം വിനാശകാലെ വിപരീത ബുദ്ധി എന്നാ പറയണത്. നിയമപരമായ പ്രശ്നങ്ങളുണ്ടല്ലോ, സുപ്രീം കോടതി ഇടപെടലുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഇതാര് ഇടപെട്ടു എന്ന് പറയാൻ ദിവസങ്ങൾ കടന്നു പോവാ രോഹിത്. ഒന്നും ചെയ്ത് നടക്കില്ല. ഇത് അവസാന നിമിഷം വന്നിട്ട് എന്ത് ചെയ്യുന്ന പറയണത്? ആരും ഒന്നും ചെയ്യില്ല. എന്താ കറക്റ്റ് 12-ാം തീയതി എന്ന് പറഞ്ഞ 11-ാം തീയതി വെള്ളം ഊറ്റിക്കളഞ്ഞ് നോക്കിയിരിക്കാന്ന്. ഗുരുജി, പല കാര്യങ്ങളും ഇപ്പോ കൊല്ലത്തുള്ള ഒരു കുട്ടിയെ ഒരു വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയ ഒരു സംഭവം ഉണ്ടായി. ഈ സംഭവം ഉണ്ടാകുന്നതിന് 3 ദിവസങ്ങൾക്ക് മുമ്പ് ഗുരുജി എനിക്കൊരു ഓഡിയോ ക്ലിപ്പ് അയച്ചിരുന്നു. ഒരു കുട്ടിയെ കേരളത്തിൽ നിന്ന് എവിടെ നിന്നോ തട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്, രോഹിത്തെ അറിയിക്കേണ്ടവരെ അറിയിക്കും. അല്ല, താങ്കൾ തന്ന വണ്ടിയും വണ്ടി നമ്പറും മാറിപ്പോയി എന്നുള്ളത് ഒരു സത്യമാണ്. അത് നമ്മൾ അംഗീകരിക്കുന്നു. കാരണം അങ്ങല്ല, അങ്ങയുടെ ഏതോ ഒരു ശിഷ്യൻ കണ്ടൊരു സംഭവമാണ് എനിക്ക് അയച്ചത്. പക്ഷെ വണ്ടിയുടെ കളറും വണ്ടിയും നമ്പരും തെറ്റായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഭാഗികമായി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ടൊക്കെ ഇപ്പൊ പലരും എന്നോട് ചോദിക്കുന്ന സാധനം, രോഹിതിന് എന്താണ് ഭ്രാന്താണോ ഇതൊക്കെ ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്യാൻ എന്ന് ചോദിക്കാറുണ്ട്. എന്റെ മുന്നിൽ ഇങ്ങനെ ചില അനുഭവങ്ങൾ, ഞാൻ പുറത്ത് പറയാത്ത ചില അനുഭവങ്ങൾ എന്റെ മുന്നിൽ ഇങ്ങനെയൊക്കെ നിപ്പുണ്ട് ഭാഗികമായി. ഒരു മറുപടി പറഞ്ഞോട്ടെ. രോഹിത്തിനെ എന്നെ പ്രോത്സാഹിപ്പിക്കണം അല്ലെങ്കിൽ നുണ പറയാനാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ നമ്പർ മാറിയെന്നും കളർ മാറിയെന്നും ഇതൊന്നും രോഹിത് പറയില്ല. എല്ലാം എനിക്ക് അനുകൂലമായിട്ടാ പറയുള്ളൂ. അല്ല, അല്ലെങ്കിൽ തന്നെ എനിക്ക് വേറെ കണ്ടന്റുകൾ ഉണ്ടാക്കാൻ നന്നായി അറിയാവുന്ന ആളാണ്. ഗുരുജിയെ പരിചയപ്പെടുന്നതിന് മുമ്പിട്ട് എന്റെ പണി ഇത് തന്നെയാണല്ലോ. അപ്പൊ സ്വാഭാവികമായും എനിക്ക് വേറെ കണ്ടന്റുകൾ ഉണ്ടാക്കാൻ അറിയാം. ഗുരുജിയുടെ മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ മാത്രമല്ല ഞാൻ ചെയ്യാറുള്ളത്. പലരും എന്നോട് വരുന്ന കമന്റുകൾ കണ്ടിട്ടുണ്ട്, ഗുരുജിയുടെ പ്രൊമോഷൻ ആണോ പെയ്ഡ് പ്രൊമോഷൻ ആണോ? പ്രൊമോഷൻ ചെയ്യാൻ നല്ല വൃത്തിക്ക് അറിയാം, ആ പണി നല്ല വൃത്തിയായിട്ട് എനിക്കറിയാം. എനിക്ക് പ്രൊമോഷൻ ചെയ്യാൻ എനിക്ക് ഒരാൾ പൈസ തരുന്നുണ്ടെങ്കിൽ അയാളെ പുകഴ്ത്തി വീഡിയോ ചെയ്യാൻ നല്ല ഭംഗിയായിട്ട് എനിക്ക് അറിയാവുന്ന ആളാണ്. എൻ്റെ പഴയ വീഡിയോകൾ രോഹിത് ഹാഷ്ടാഗ് അടിച്ച യൂട്യൂബിൽ ഒരുപാട് വീഡിയോകൾ കിട്ടും, അത് കണ്ടു നോക്കി അറിയാം. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് വിമർശിക്കേണ്ട കാര്യമില്ല. ഈ അർത്ഥം പകുതിയാക്കി നിർത്തിക്കൊണ്ട് കഥ പറയേണ്ട കാര്യവുമില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ ഫോൺ മാറിയപ്പോൾ വാട്സപ്പ് ചാറ്റിൽ ഉണ്ടാവുമോ എന്നറിയില്ല. പക്ഷേ ഗുരുജിയുടെ ഫോണിൽ ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും പഴയ ഫോൺ തന്നെയാണ് അങ്ങ് ഉപയോഗിക്കുന്നത്. അങ്ങയുടെ ഫോണിൽ എൻ്റെ പഴയ ചാറ്റ് ഹിസ്റ്ററിയിൽ ഉണ്ടാവും താങ്കൾ എനിക്ക് അയച്ച മെസ്സേജുകൾ ആ ദിവസത്തിൽ, ഈ കൊല്ലത്തെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ദിവസങ്ങൾ. പക്ഷെ അത് ഭാഗികമായ പ്രവചനങ്ങളായി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പ്രവചനങ്ങളെന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് അങ്ങനെ വിളിക്കാനാണ് താല്പര്യം. എന്തെന്നാലും ഗുരുജി, അതുകൊണ്ട് തന്നെയാണ് വീണ്ടും അങ്ങേ ഞാൻ ഈ സ്ക്രീനിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നത്. ഇനി അങ്ങേക്കെതിരെ അങ്ങയുടെ ചില കഥകൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ ഒരാൾ എന്നെ സമീപിച്ചിട്ടുണ്ട്. ഞാൻ അയാളുടെ ഇന്റർവ്യൂ എടുക്കാനുള്ള ശ്രമത്തിലാണ്. വരികയാണെങ്കിൽ ഞാനത് എടുക്കും. ഒരു കുഴപ്പമില്ല, എടുക്കണം. കാരണം എന്ന് വെച്ചാൽ നോക്ക്, നമ്മൾ വളർന്നു വരുമ്പോ അതിന്റെ ശത്രുക്കൾ ഒരു ഭാഗത്തുനിന്ന് വരും. അത് സ്വാഭാവികമാണ്. അത് ശത്രുതയല്ല, ജലസ് കൊണ്ടാണ്. എനിക്ക് ശത്രുക്കൾ ഇല്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ ആർക്കും ഉപദ്രവം ചെയ്യണില്ല. എല്ലാ കുടുംബത്തിനും നല്ലത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. പിന്നെ എനിക്ക് എങ്ങനെ ശത്രു ഉണ്ടാവും? എന്റെ വിമർശിക്കാനോ അല്ലെങ്കിൽ ജലസിനുള്ള ആളുകളുണ്ടോ? അത് ശത്രുതയല്ല. ഞാൻ ആത്മീയപരമായും മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന എല്ലാ ഇന്റർവ്യൂകളിലും ഞാനിപ്പോ
ഈ SMS മെഡിറ്റേഷന്റെ സാധ്യതകളെ പറ്റിയും ന്യൂനതകളെ പറ്റിയും സംസാരിക്കുന്നുണ്ട്. തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ തന്നെ വേറൊരു ഇന്റർവ്യൂ അപ്പ് ചെയ്യുന്നുണ്ട്, അതിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളാണ്, അയാളോട് ഞാൻ SMS മെഡിറ്റേഷനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അത് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കൃത്യമായി ടെലികാസ്റ്റ് ചെയ്യും. അപ്പോൾ എന്നോട് ഗുരുജി എന്തായാലും പിണങ്ങില്ല എന്നറിയാം, ഗുരുജിയുടെ ശിഷ്യന്മാരോടുകൂടി പറയണം പിണങ്ങരുത് എന്ന്. പക്ഷെ ഗുരുജിയെ വിമർശിക്കുമ്പോഴൊക്കെ എനിക്ക് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും തെറിവിളിയും ഒക്കെ കമന്റിൽ വരും. തെറിവിളിക്കുന്നവർ ഗുരുജിയുടെ ശിഷ്യന്മാരല്ല എന്ന് എനിക്കറിയാം, പക്ഷെ അങ്ങനെ വന്ന് തെറിവിളിക്കുന്നവരുണ്ട്. അതൊക്കെ ഞാൻ ഒരു പ്രോത്സാഹനമായി കാണുന്നു. എൻ്റെ സ്വർണ്ണ കിരീടത്തിന്റെ തൂലുകളായി ഞാൻ അതിനെ കാണുകയാണ്. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല, കാരണം എന്നെ വിമർശിക്കുന്നത് തന്നെ എനിക്ക് ഇഷ്ടം. ശരി ഗുരുജി, നമുക്കിത് അവസാനിപ്പിക്കുമ്പോൾ സമയം ഏറെ ആവുന്നു. നമുക്കിത് അവസാനിപ്പിക്കുമ്പോൾ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, പ്രതീക്ഷിക്കാം. അല്ലെ, എനിക്ക് അതിനേക്കാൾ കൂടുതൽ അടുത്ത ആശങ്കയുള്ള സാധനം വന്നു കഴിഞ്ഞാൽ പറഞ്ഞല്ലോ, നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ. അല്ല, തീർച്ചയായും കൃത്യമായത് അങ്ങ് അറിയിക്കേണ്ടുന്നവരെ അറിയിച്ചിട്ടുണ്ട് എന്ന് അങ്ങ് തന്നെ പറയുന്നു. അവിടെ നിന്നുണ്ടാകുന്ന ഇടപെടലുകൾ ഉണ്ടാകുമല്ലോ, കൃത്യമായ അതിന്റെ അപ്ഡേറ്റ് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.